നമസ്കാരം. ഞാൻ രമേശ് രാമചന്ദ്രൻ. ക്യാപ്ചർ ന്യൂസിലേക്ക് സ്വാഗതം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ജിയോളജി വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരുടെ അധികാര ദുർവിനിയോഗം മൂലം ബുദ്ധിമുട്ട് നേരിടുന്ന പതിനായിരക്കണക്കിന് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ വാർത്ത. സമതലങ്ങളിലും വയൽ നികത്തിയും വീടുകളും ഷോപ്പിംഗ് സെന്ററുകളും നിർമ്മിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ തയ്യാറാക്കുന്ന പഠന റിപ്പോർട്ടുകൾ അതേപടി നടപ്പിലാക്കുന്ന ഭരണാധികാരികൾ തന്നെയാണ് ജനദ്രോഹികൾ. കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് കുന്നും കുഴിയുമായ പ്രദേശങ്ങളാണ് കൂടുതൽ. റോഡ് നിരപ്പിൽ നിന്നും 10 അടി ഉയരമുള്ള 10 സെന്റ് സ്ഥലമുള്ള ഭൂ ഉടമയ്ക്ക് അതിൽ ഒരു വീടോ കൊമേഴ്സ്യൽ ബിൽഡിങ്ങോ നിർമ്മിക്കാൻ മണ്ണ് നീക്കം ചെയ്യുന്നതിന് മുമ്പ് ജിയോളജി വകുപ്പിൽ അപേക്ഷയുമായി മാസങ്ങൾ കയറിയിറങ്ങിയാലും ഉദ്യോഗസ്ഥരുടെ അലംഭാവവും നിർബന്ധിത നിയമങ്ങളും മൂലം വീട് നിർമ്മാണം അസാധ്യമായ അവസ്ഥയിലായിരുന്നു. ഇതിനൊരു പരിഹാരമായി 2021 തദ്ദേശ സ്വയംഭരണ വകുപ്പ് അന്ന് വരെ നിലനിന്നിരുന്ന ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുകയുണ്ടായി. ആ ഭേദഗതിയോ കടിച്ചതിനേക്കാൾ വലുതാണോ പുനത്തിലിരിക്കുന്നത് എന്ന അവസ്ഥയിലുമായി. അതിനിരയായ പതിനായിരക്കണക്കിന് പേരിൽ ഒരാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇത് പത്തനംതിട്ട ജില്ലയിലെ അടൂർ താലൂക്കിൽ പന്നിവിഴ എന്ന സ്ഥലത്തുള്ള ശ്രീ രാജൻ ബേബി. 2023 ഞാനിവിടെ മണ്ണെടുക്കുന്നതിന് വേണ്ടി ആ ഒരു ഭാഗത്തു നിന്ന് ഒരു തട്ടായിരുന്നു. ഈ തട്ട ഒരു റബ്ബർ പുരയിടമായിരുന്നു. ഇത് നിരപ്പാക്കി കുഴപ്പം ഇങ്ങോട്ട് മാറ്റിപ്പണിയുന്നതിന് വേണ്ടി ഞാൻ ജിയോളജിയിൽ എൻ്റെ ഒരു സുഹൃത്ത് മുഖേന ഒരു പൊന്നച്ചൻ മുൻ കൗൺസിലറും അയാളുടെ ഒരു സുഹൃത്തും കൂടെ ചേർന്ന് കറണ്ട് രസീതും കാര്യങ്ങളുമായിട്ടൊക്കെ അവിടെ ജിയോളജി കൊടുത്തു. പിന്നെ ഞാൻ പോകേണ്ട കാര്യമില്ലായിരുന്നു. അവർ തന്നെ എല്ലാം ചെയ്തോളാമെന്ന് പറഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഒരു 4 വീട് വെച്ചെങ്കിൽ ഇവിടെ നമുക്ക് മണ്ണെടുക്കാൻ അനുമതിയുള്ളൂ, അതുകൊണ്ട് വീട് വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ക്യാൻസൽ ചെയ്തുകൊണ്ട് ആ വീടിൻ്റെ പെർമിഷൻ നമുക്ക് വേണ്ട, മണ്ണ് ഞാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പം അതങ്ങ് വിട്ടുപോയി. പിന്നെ ഒരു 2019 ഈ സംഭവം നടന്നു. 23 ആയപ്പോഴത്തേക്ക് വീണ്ടും മണ്ണെടുക്കുന്നതിന് വേണ്ടി ഇവന്മാർ എൻ്റെ അടുത്ത് വന്നു. അത് സാക്ഷനായിരിക്കുക, എന്തോ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർ തന്നെ നോക്കിക്കോളാം, മണ്ണ് എടുക്കണം. അപ്പോൾ എനിക്ക് ഇവിടെ കോഴിഫാം ഒരു സ്വയം തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടി ഈ കോഴിഫാം ഇങ്ങോട്ട് മാറ്റി സ്ഥാപിക്കേണ്ടതായിരുന്നു. 205 ലോഡ് മണ്ണിന് പെർമിഷൻ കിട്ടിയതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് ഒരു 6 ദിവസത്തേക്കുള്ള പെർമിഷനായിരുന്നു. അപ്പം 100 ലോഡ് മണ്ണ് പുറത്ത് പോയപ്പോഴത്തേക്ക് മഴയുടെ ഇതുകൊണ്ട് 2 ദിവസം നിർത്തി വെക്കേണ്ടി വന്നു. വീണ്ടും മഴ ഇങ്ങനെ ചാർച്ചറി നിന്ന് വണ്ടി കയറാനുള്ള സൗകര്യം കാരണം എനിക്ക് 100 ലോഡ് മണ്ണേ എടുക്കാൻ പറ്റുള്ളൂ. 4 ദിവസമാകുമ്പോൾ ഞാൻ മണ്ണെടുത്തു. ബാക്കി അധികം വന്ന പാസ് ഞാൻ ജിയോളജി തിരിച്ചു കൊടുത്തപ്പോൾ അവർ എൻ്റെ കൈവശം വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ പൊന്നച്ചൻ്റെ സുഹൃത്തുക്കളും വേറൊരു ഏജൻ്റ് ആയിട്ട് പിണക്കമുണ്ടായി. അവൻ കൊണ്ടുവന്ന് പരാതി കൊടുത്തതിൻ്റെ പേരിൽ അഷ്റഫ് എന്ന് പറഞ്ഞ ഒരാളാണ്. ഇയാൾ അവിടുത്തെ ഒരു മണ്ണ് മാഫിയക്കാരനാണ്. ഇയാൾക്ക് മണ്ണ് കൊടുത്തില്ല എന്നുള്ള കാരണം കൊണ്ട് ഷിമില റാണി എന്ന ജിയോളജിസ്റ്റ് സ്ക്വാഡിനെ സ്വാധീനിച്ച് അവർ ഈ ഡേറ്റ് കഴിഞ്ഞ ദിവസം തന്നെ 6 ദിവസം കഴിഞ്ഞ് 7ാമത്തെ ദിവസം അവരിവിടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഞാൻ അതിയെപ്പറ്റി മണ്ണ് കൊണ്ടുപോയി എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഫൈൻ തരികയായിരുന്നു. സ്വന്തമായി ഒരു വിഷരഹിത ഇറച്ചിക്കോഴി ഫാം നടത്തി വരുന്ന ഇദ്ദേഹത്തിന് ഫാം ഒന്ന് വിപുലീകരിക്കാൻ തന്റെ പുരയിടത്തിനോട് ചേർന്നുള്ള 5 അടി ഉയരമുള്ള മൺതിട്ട നീക്കം ചെയ്താലേ സാധ്യമാകൂ എന്നതിന്റെ അടിസ്ഥാനത്തിൽ ജിയോളജി വകുപ്പിൽ മണ്ണ് നീക്കം ചെയ്തു കൊടുക്കുന്ന ഏജന്റ് മുഖേന 4/3/2023 അപേക്ഷ നൽകുകയുണ്ടായി. 8 മാസങ്ങൾക്ക് ശേഷം ജിയോളജി വകുപ്പ് പെർമിറ്റ് അനുവദിക്കുകയും ചെയ്യുന്നു. എന്നാൽ 27/4/2023 ശ്രീ രാജൻ അടൂർ മുനിസിപ്പാലിറ്റിയിൽ നൽകിയ ബിൽഡിംഗ് പെർമിറ്റ് റദ്ദ് ചെയ്തിട്ടുള്ളതാണ്. ഇത് വിലക്കെടുക്കാതെയാണ് ജിയോളജി വകുപ്പ് മണ്ണെടുക്കാൻ പാസ് അനുവദിക്കുന്നത്, അതും ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ പെർമിറ്റ്. ഇവിടെ എല്ലാവരും സായിപ്പിനുണ്ടായതാണെന്നാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഷ്യം. ഭരണഭാഷ മലയാളത്തിൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു പാവം സംരംഭകനെ പറ്റിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥർ എഴുതി ഉണ്ടാക്കുന്ന മെനക്കേടുകൾക്ക് പ്രതികരിക്കാൻ ഈ ഭാഷയൊന്നുമല്ല ഉപയോഗിക്കേണ്ടത്. ഇനി പെർമിറ്റിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് മാത്രം മനസ്സിലാക്കാവുന്ന ചില കണക്കുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ പെർമിറ്റ് കയ്യിൽ കിട്ടുന്ന അപേക്ഷകൻ മെട്രിക് ടണ്ണും M³ പിന്നെ ഉജ്ജ്വലമായ ഇംഗ്ലീഷ് വാക്കുകളും വായിച്ച് മനസ്സിലാക്കിക്കോണം എന്നാണ് ഉദ്യോഗസ്ഥരുടെ നിലപാട്. ഇത് ശരിക്കും ഒരു ട്രാപ്പ് തന്നെയാണ്. 82,600 രൂപ ഞാൻ റോയൽറ്റി അടച്ചാണ് മണ്ണെടുക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഞാൻ 100 ലോഡ് മണ്ണേ പുറത്ത് കൊണ്ടുപോയിട്ടുള്ളൂ. ബാക്കി ലോഡിൻ്റെ പെർമിറ്റും എൻ്റെ കയ്യിലുണ്ട്. 40,000 രൂപയോളം സർക്കാരിൽ നിപ്പുമുണ്ട്. അതുകൂടാതാണ് ഈ 1,76,800 രൂപ ഞാൻ ഫൈൻ അടയ്ക്കണമെന്ന് പറയുകയും ചെയ്തിരിക്കുന്നത്. കള്ളക്കണക്കുണ്ടാക്കി എന്നെ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടിച്ചതിന് ഷിമില റാണി എന്ന ജിയോളജിസ്റ്റ് സ്ക്വാഡിനെതിരെ ഞാൻ നിയമ നടപടിക്കാൻ തയ്യാറായിട്ടുകയാണ്.
ഷിംല റാണി എന്ന അടൂർ ജിയോളജി വകുപ്പിലെ ഹൃദയപ്പറ്റില്ലാത്ത ഉദ്യോഗസ്ഥ കാരണം രാജൻ ചേട്ടന് 1,75,000 രൂപയുടെ പിഴയാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. ഈ കണ്ണിൽ ചോരയില്ലാത്ത ഉദ്യോഗസ്ഥയുടെ നിലപാട് മൂലം തന്റെ ഫാം വികസിപ്പിക്കേണ്ട എന്നും തന്നെ നിയമത്തിന്റെ നൂലാമാലകൾ ഉപയോഗിച്ച് ഇല്ലാതാക്കാൻ നോക്കിയാൽ അതിന് കീഴ്പ്പെടില്ല എന്നും രാജൻ ചേട്ടൻ പറയുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടുന്ന പിന്തുണ നൽകാൻ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാനും തയ്യാറാണ്. റോഡ് നിരപ്പിൽ നിന്നും 10 അടി ഉയരമുള്ള മൺതിട്ട നീക്കം ചെയ്യാൻ 2021 തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിർദ്ദേശിച്ച ചട്ടങ്ങൾ ജനങ്ങൾക്കായി പങ്കുവയ്ക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചതി പ്ലാൻ വരയ്ക്കൽ തന്നെയാണ്. സ്വന്തം ഭൂമിക്ക് സർക്കാർ നിർദ്ദേശിക്കുന്ന കരമടയ്ക്കുന്നത് കൂടാതെ കെട്ടിടം പണിയാൻ മണ്ണ് നീക്കം ചെയ്യുന്നതിന് റോയൽറ്റി എന്ന ഇനത്തിൽ ഒരു M3 80 രൂപ നൽകണം. 1500 M3 മണ്ണ് ഏകദേശം ഉണ്ടെങ്കിൽ ആ ഇനത്തിൽ സർക്കാരിന് 1,20,000 രൂപ ലഭ്യമാകും. പ്ലാൻ വരയ്ക്കാൻ തുടങ്ങുന്നത് മുതലുള്ള സർക്കാരിന്റെ സാങ്കേതിക വഞ്ചന ഒന്ന് കണ്ടു നോക്കൂ. ഫ്രണ്ട് യാർഡ് 3 മീറ്റർ മാത്രമേ തരത്തുള്ളൂ. സൈഡ് യാർഡുകൾ ഓരോ മീറ്റർ വെച്ച് തരത്തുള്ളൂ. ബാക്ക് യാർഡ് 150. ഒരു വീട് പണിയാൻ 10 സെന്റ് പുരയിടമുള്ള ഭൂ ഉടമയ്ക്ക് റോഡിൽ നിന്ന് 3 മീറ്റർ മാത്രം വാഹന പാർക്കിങ്ങിന് വേണ്ടി തള്ളിക്കൊണ്ടേ പ്ലാൻ വരയ്ക്കാൻ സാധിക്കൂ. 3 മീറ്ററിൽ ഒരു വാഹനം പാർക്ക് ചെയ്യാൻ കഴിയില്ല എന്ന സാങ്കേതികത്വം ഇവിടെ പരിഗണിക്കില്ല. കൂടാതെ ഫൗണ്ടേഷനിൽ നിന്നും പരമാവധി 1 മീറ്റർ ഒഴിവാക്കി ഇരുവശങ്ങളിലെയും മണ്ണ് നീക്കം ചെയ്യാൻ സാധിക്കൂ. പിറകുവശത്ത് നിന്നും 1.5 മീറ്റർ മാത്രമേ മണ്ണ് നീക്കം ചെയ്യാൻ അനുവദിക്കൂ. അവിടെ ഒരു ഡിസൈൻ സേഫ്റ്റി ടാങ്ക് കൂടി നിർമ്മിക്കാൻ കഴിയില്ല. ഒരു തീപിടുത്തമുണ്ടായാൽ വീടിന് ചുറ്റും ഓടി നടന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ കൂടി കഴിയില്ല. മാത്രമല്ല സർക്കാർ നിർദ്ദേശിക്കുന്നത് കെട്ടിടത്തിന് ചുറ്റും തുറസായ സ്ഥലവും സുരക്ഷയും ഉറപ്പാക്കുന്നതിന് ആവശ്യമായ വിസ്തൃതി മാത്രമേ പ്ലാനിൽ ഉണ്ടാകാവൂ എന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പാക്കണമെന്നുണ്ട്. എന്നാൽ ഈ സുരക്ഷാ വിസ്തൃതി പ്ലാനിൽ ഉൾപ്പെടുത്താൻ ഉദ്യോഗസ്ഥർ സമ്മതിക്കില്ല. അവർ നിർദ്ദേശിക്കുന്നതും വാശി പിടിക്കുന്നതുമായ ചട്ടപ്രകാരം മണ്ണ് നീക്കം ചെയ്താൽ വസ്തുവിന്റെ ഉടമസ്ഥൻ ഒരു വലിയ കുളത്തിന് കുഴിച്ച കുഴിയുടെ നടുവിൽ വീട് വെക്കേണ്ടി വരും. മാത്രമല്ല തന്റെ ഭൂമിയുടെ ചുറ്റും കുറഞ്ഞത് 3 സെന്റ് സ്ഥലമെങ്കിലും ഉയർന്ന കട്ടിങ്ങോടെ ഇരിക്കും. കൂടാതെ ഈ കട്ടിങ്ങിനോട് ചേർന്ന് റിട്ടേണിംഗ് വാളും കെട്ടിക്കാണിക്കണം. ആ നിമിഷം അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെയും ജിയോളജിയിലെയും വിവരദോഷികളായ എഞ്ചിനീയർമാർ എത്തുകയും പെർമിറ്റിൽ നിന്നും അധികമായി എടുത്ത ഒരു M3 മണ്ണിന് 80 രൂപയിൽ നിന്നും 5 ഇരട്ടി വർധനവോടെ ഭൂ ഉടമയിൽ നിന്നും പെനാൽറ്റി ഇനത്തിൽ ലക്ഷക്കണക്കിന് രൂപ ചുമത്തുന്ന നയമാണ് പിന്തുടരുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ വാർഡ് മെമ്പർമാരോ കൗൺസിലർമാരോ തദ്ദേശ ഭരണ സെക്രട്ടറിമാരോ വിചാരിച്ചിട്ട് കാര്യമില്ല. കേരളത്തിലെ 140 MLA-മാരിൽ ഒരു സാമാജികൻ ഈ വിഷയത്തിന്റെ ഗൗരവം സഭയിൽ അവതരിപ്പിച്ചാൽ 10,000 ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്നത് നിസ്സംശയം പറയേണ്ടി വരും. ഉദ്യോഗസ്ഥനും സർക്കാരും കൂടി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലായിരിക്കണം നിയമങ്ങൾ നിർമ്മിക്കാൻ. വോട്ട് വാങ്ങി അധികാരത്തിൽ കയറിയാൽ പിന്നെ തനിക്കും തന്റെ കുടുംബത്തിനും യാതൊരു പ്രശ്നവുമില്ല. മറിച്ച് വോട്ട് തന്ന ജനങ്ങളുടെ നെഞ്ചത്ത് കയറി നിറങ്ങാൻ സർക്കാർ ഉദ്യോഗസ്ഥർ ഉണ്ടാക്കുന്ന നിയമങ്ങൾക്ക് കൂട്ടുനിന്നാൽ അത് ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഓർക്കാനാണ് രാജ്യത്ത് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്. ഈ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ ഒരു സ്ഥാനാർത്ഥി മുന്നോട്ട് വരും എന്ന വാഗ്ദാനം കേൾക്കാൻ 10,000 ജനങ്ങൾ കാത്തിരിപ്പുണ്ടെന്ന് ഓർത്താൽ നന്ന്. ഒരു പൗരൻ തന്റെ നികുതി അടച്ച സമ്പാദ്യം കൊണ്ടോ പ്രവാസി എന്ന നിലയിൽ കൊണ്ടുവന്ന പണം ഉപയോഗിച്ചോ വീട് വെക്കാനോ കൊമേഴ്സ്യൽ ബിൽഡിംഗ് നിർമ്മിക്കാനോ ഒരുങ്ങുമ്പോൾ സർക്കാരിന് ഏതെല്ലാം ടാക്സ് ആണ് വരുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ സാമാജികരെ? ഉപയോഗിക്കുന്ന മെറ്റീരിയലിനടക്കം സർക്കാരിന് നികുതി ലഭിച്ചിട്ടും ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഇത്തരം സർക്കാർ നിർബന്ധിത നയങ്ങളെ ചോദ്യം ചെയ്യപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. മണ്ണ് നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന JCB, ടിപ്പർ, അതിൽ ഉപയോഗിക്കുന്ന ഇന്ധനം, വാഹനം വാങ്ങാൻ ഉടമ ചിലവാക്കിയ തുകയിൽ നിന്നും ലഭിക്കുന്ന GST, റോഡ് ടാക്സ്, വിവിധ സെസ്സുകൾ നൽകിയിട്ടും മണ്ണ് നീക്കം ചെയ്യുന്ന സമയങ്ങളിൽ പോലീസും വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ജിയോളജി വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥർ കൂടാതെ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തകർക്കും കൈക്കൂലി നൽകിയിട്ട് വേണം ഒരു തൊഴിൽ ദാതാവ് ഇവിടെ ജീവിക്കേണ്ടി വരുന്നതെന്ന് ഓർക്കേണ്ടതുണ്ട്. കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിലെ ഒരു എഞ്ചിനീയർ കൈക്കൂലിയായി വാങ്ങുന്നത് പണമല്ല, പകരം കെട്ടിടം വെക്കാൻ അപേക്ഷ നൽകുന്ന ഉപഭോക്താക്കളിൽ നിന്നും വീട് പണിയോ കൊമേഴ്സ്യൽ ബിൽഡിങ്ങോ അതിന്റെ നിർമ്മാണ ചുമതല തനിക്ക് ലഭിക്കത്തക്ക രീതിയിലുള്ള വിരട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സംബന്ധിച്ച് വിജിലൻസിൽ പരാതി നൽകിയിട്ടുണ്ട്. അടൂർ ജിയോളജി വകുപ്പിലെ മെയിൻ ഉദ്യോഗസ്ഥൻ സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതിന് മിനിമം 30,000 രൂപയാണ് കൈക്കൂലിയായി ചോദിക്കുന്നതെന്ന് ആക്ഷേപവും നിലനിൽക്കുന്നു. അതിനാൽ ജനങ്ങൾക്ക് ചോദിക്കാൻ അവകാശമുള്ള ഒരേ ഒരു സമയം തിരഞ്ഞെടുപ്പുകൾ മാത്രമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ പേരും ഒത്തൊരുമയോടെ ഒരു വിജയിക്കുന്ന സ്ഥാനാർത്ഥിയെ കണ്ട് ഈ വിഷയം അവതരിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്
അടുത്ത ഒരു ജനകീയ വിഷയവുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.